PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി മെയിൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് സ്പെഷ്യൽ സീരീസ് ആണ്. നമ്മുടെ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ ചോദിച്ചൊരു ചോദ്യമാണ്, ജമ്മു കാശ്മീരിലെ ഔദ്യോഗിക ഭാഷാ നിയമം 2022 പ്രകാരം ജമ്മു കാശ്മീരിന്റെ ഔദ്യോഗിക ഭാഷകൾ ഏതെല്ലാം? ഓപ്ഷൻ എ കാശ്മീരി, ബോഡോ, ഉറുദു, ഹിന്ദി, ഇംഗ്ലീഷ്. ഓപ്ഷൻ ബി കാശ്മീരി, ഡോഗ്രി, ഹിന്ദി, ഇംഗ്ലീഷ്. ഓപ്ഷൻ സി കാശ്മീരി, സിന്ധി, സന്താളി, ഹിന്ദി, ഇംഗ്ലീഷ്. ആൻഡ് ഓപ്ഷൻ ഡി കാശ്മീരി, ഉറുദു, സിന്ധി, ഹിന്ദി, ഇംഗ്ലീഷ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ അറിയാമോ? ആൻസർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. നമുക്ക് ഈ ക്ലാസ്സിൻ്റെ എൻഡിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി സെഷൻ നമുക്ക് ഈ ക്വസ്റ്റിനോട്ട് തിരിച്ചു വന്ന് ഇതിന് ആൻസർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാ നമ്മുടെ രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ്? നമ്മൾ പറയും ഇന്ത്യയുടെ ദേശീയ പതാക, ദേശീയ ഗാനം, ദേശീയ ചിഹ്നം എന്നൊക്കെ പറയുന്ന കൂടെ നമ്മൾ പറയാറില്ല നമ്മുടെ ദേശീയ ഭാഷ ഹിന്ദി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് തെറ്റാണ്. ഇന്ത്യക്ക് ഒരു ദേശീയ ഭാഷ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഹിന്ദി എങ്ങും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്ക് ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്, ഔദ്യോഗിക ഭാഷയെ പറ്റിയിട്ടാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ലെറ്റ്സ് സീ ഒഫീഷ്യൽ ലാംഗ്വേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടതെന്ന്. ഒഫീഷ്യൽ ലാംഗ്വേജ് ഇന്ത്യൻ ഭരണഘടനയുടെ ഷെഡ്യൂൾ 8 ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റി പറയുന്നത്. എത്രാമത്തെ പട്ടികയിലാണ്? 8ാമത്തെ പട്ടികയാണ് ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റി പറയുന്നത്. ഓക്കെ, ഇനി ഇത് ഏത് പാർട്ടിലാണെന്ന് ചോദിച്ചാൽ 17ാമത്തെ പാർട്ടിലാണ്. 8ാമത്തെ പട്ടികയിൽ 17ാമത്തെ ഭാഗത്താണ് ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾസ് ഏതാണെന്ന് ചോദിച്ചാൽ 343 മുതൽ 351 വരെയാണ്. 3 പോയിന്റ്സ് പഠിക്കുക. ഒഫീഷ്യൽ ലാംഗ്വേജ് ഏത് ഷെഡ്യൂൾ? 8ാമത്തെ ഷെഡ്യൂളാണ്. ഏത് പാർട്ടിലാണ്? 17ാമത്തെ പാർട്ടിലാണ് വരുന്നത്. ആർട്ടിക്കിൾസ് 343 മുതൽ 351 വരെയാണ് ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റി പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മുടെ യൂണിയന് ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ഇന്നതാകണം എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യു ക്യാൻ സീ ദ ആൻസർ ഹിയർ. ബിഫോർ ദാറ്റ് നമുക്കൊരു കാര്യം നോക്കണം. നമ്മുടെ ലാംഗ്വേജസിന് 4 രീതിയിലാണ് ക്ലാസ് ചെയ്തിട്ടുള്ളത്. അതായത് ലാംഗ്വേജസ് ഓഫ് യൂണിയൻ, നമ്മുടെ യൂണിയൻ്റെ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഷ. അതേപോലെ റീജിയണൽ ലാംഗ്വേജസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്രത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയല്ല നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളിലും. ഇന്ത്യയിലെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൽ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ റീജിയണൽ ലാംഗ്വേജസ് സെപ്പറേറ്റ്. ലാംഗ്വേജസ് ഓഫ് ജുഡീഷ്യറി, ഇനി കോടതിയിലെ വ്യവഹാര ഭാഷ എന്ന് പറയുമ്പോൾ അത് 3ാമത്തെ ഒരു കാറ്റഗറി. ദെൻ ടെക്സ്റ്റ് ഓഫ് ലോസ് ആൻഡ് സ്പെഷ്യൽ ഡയറക്റ്റീവ്സ്, നിയമങ്ങൾ, പുസ്തകങ്ങളിൽ, അതുപോലെ സ്പെഷ്യൽ ഡയറക്റ്റീവ്സ്. ഇപ്പോൾ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഭാഷ ന്യൂനപക്ഷങ്ങൾ ജീവിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ സെപ്പറേറ്റ് ആണ്. അപ്പോൾ 4ആയിട്ട് ഇത് തിരിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? ലാംഗ്വേജസ് ഓഫ് യൂണിയൻ, റീജിയണൽ ലാംഗ്വേജസ്, ലാംഗ്വേജസ് ഓഫ് ജുഡീഷ്യറി, ദെൻ ടെക്സ്റ്റ് ഓഫ് ലോസ് ആൻഡ് സ്പെഷ്യൽ ഡയറക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് നോക്കാം നമ്മുടെ യൂണിയൻ്റെ ലാംഗ്വേജ്, ലാംഗ്വേജസ് ഓഫ് ദി യൂണിയൻ. ഇന്ത്യൻ യൂണിയനിൽ ഇന്ത്യൻ ഭരണഘടന ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഹിന്ദി. ഹിന്ദി റിട്ടൺ ഇൻ ദേവനഗരി സ്ക്രിപ്റ്റ് ഈസ് ടു ബി ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് യൂണിയൻ. എന്താണ് പറയുന്നത്? ദേവനഗരി സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുള്ള ഹിന്ദി ഭാഷയാണ് ഒഫീഷ്യൽ ലാംഗ്വേജ്. സോ ഇറ്റ്സ് അവർ ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദിയാണ്. ഏത് സ്ക്രിപ്റ്റ് ആണ്? ദേവനഗരി സ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, ബട്ട് ഒരു കാര്യമുണ്ട്. വെൻ വി ആർ റൈറ്റിംഗ്, എഴുതുമ്പം ന്യൂമറൽസ് ഇറ്റ് ഷുഡ് ബി ഇൻ ഇന്റർനാഷണൽ ഫോം ഓഫ് ഇന്ത്യൻ ന്യൂമറൽസ്. എഴുതുന്നത് ദേവനഗരി ലിപിയല്ല, ഇന്റർനാഷണൽ ഫോം ഓഫ് ഇന്ത്യൻ ന്യൂമറൽസ്. ഇന്ത്യൻ ന്യൂമറൽസിന്റെ ഇന്റർനാഷണൽ ഫോമാണ് എഴുതുമ്പോൾ വരുന്നത്. എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന ന്യൂമറൽസ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഫോം ഓഫ് ഇന്ത്യൻ ന്യൂമറൽസ് ആണെന്നാണ് ഭരണഘടനയിൽ പറയുന്നത്. ഓക്കെ, ഇനി 1950 മുതൽ 1965 വരെ എന്ന് പറയുമ്പോൾ 50ലാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് ആണല്ലോ. ആ വർഷം തൊട്ട് ഒരു 15 വർഷം വരേക്കും, ഒരു 15 വർഷം വരെ ഇംഗ്ലീഷ് കണ്ടിന്യൂഡ്. ഇംഗ്ലീഷ് ഭാഷയായിരുന്നു നമ്മുടെ ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത്. ബിക്കോസ് ബ്രിട്ടീഷുകാരായിരുന്നു അന്ന് ഇന്ത്യ റൂൾ ചെയ്തിരുന്നത്. സോ ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കോമൺ ആയിട്ട് യൂസ് ചെയ്തിരുന്നു. സോ ആഫ്റ്റർ ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം 1950 തൊട്ട് 1965 വരെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു 15 ഇയേഴ്സിലോട്ട് ഈ ഇംഗ്ലീഷ് ഇങ്ങനെ തുടർന്ന് ഉപയോഗിച്ചിരുന്നു. ദെൻ ആഫ്റ്റർ 1965, ഈ ഒരു 15 വർഷത്തിന് ശേഷം ഇംഗ്ലീഷ് കണ്ടിന്യൂഡ് ഫോർ സ്പെസിഫിക് പർപ്പസ്. പിന്നെ അതിനുശേഷം സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് തുടർന്ന് ഉപയോഗിച്ചു വരുന്നു. സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേക പർപ്പസിനായിട്ട് പിന്നെ ഇംഗ്ലീഷ് വീണ്ടും വ്യവഹാര ഭാഷയായിട്ട് തുടർന്നുകൊണ്ടേയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞ ദേവനഗരി സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുള്ള ഹിന്ദി ലാംഗ്വേജ് ആണ്. ന്യൂമറൽസ് ഇന്റർനാഷണൽ ഫോം ഓഫ് ഇന്ത്യൻ ന്യൂമറൽസ് ആണ്. പിന്നെ 1950 തൊട്ട് 65 വരെയുള്ള 15 വർഷം ഇംഗ്ലീഷ് തുടർന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇംഗ്ലീഷ് സ്പെസിഫിക് പർപ്പസിനാണ് തുടർന്നത്.
ഈ 1950 ശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം ഒരു 5 വർഷം കഴിഞ്ഞിട്ടും പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞിട്ടും ഓക്കെ ഒരു അറ്റ് ദ എൻഡ് ഓഫ് 5 years അഗെയിൻ അറ്റ് ദ എൻഡ് ഓഫ് 10 years ഒരു പ്രസിഡന്റ് ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യണമെന്ന്. ഈ കമ്മീഷൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ഹിന്ദിയുടെ ഉപയോഗം, ഹിന്ദി എത്രത്തോളം പുരോഗമിക്കുന്നുണ്ട്, അതിൻ്റെ പ്രോഗ്രസ് എങ്ങനെയാണ്, ഇംഗ്ലീഷിൻ്റെ ഉപയോഗം എത്രത്തോളം റെസ്ട്രിക്റ്റഡ് ആകുന്നുണ്ടെന്നൊക്കെ പറ്റി സ്റ്റഡി ചെയ്തിട്ട് റിപ്പോർട്ട് തയ്യാറാക്കണം. അതുപോലെ ഈ റിപ്പോർട്ട് ഒരു കമ്മിറ്റി, പാർലമെന്ററി കമ്മിറ്റി ആ റിപ്പോർട്ട് പരിശോധിച്ച് അതിനെ റിവ്യൂ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതനുസരിച്ചിട്ട് 1955 പ്രസിഡന്റ് ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു. ഇത് കമ്മീഷൻ, പ്രസിഡന്റ് ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു. ആ കമ്മീഷന്റെ ചെയർമാൻ BH ഖർ ആയിരുന്നു. ആരാണ്? BH ഖർ ആണ് ആ കമ്മീഷന്റെ ചെയർമാൻ. ഈ കമ്മീഷൻ സ്റ്റഡി ചെയ്തു, ഹിന്ദി എത്രത്തോളം പുരോഗമിക്കുന്നു, ഇംഗ്ലീഷിന്റെ യൂസ് എങ്ങനെയാണ് വരുന്നതൊക്കെ സ്റ്റഡി ചെയ്തിട്ട് അവർ റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ട് എക്സാമിൻ ചെയ്യാനായിട്ടൊരു കമ്മിറ്റി, ആ കമ്മീഷന്റെ റിപ്പോർട്ട് എക്സാമിൻ ചെയ്യുന്നത് ഒരു പാർലമെന്ററി കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ആരുടെ കീഴിലാണ്? ഗോവിന്ദ് ഭല്ലഭ് പന്തിന്റെ കീഴിൽ 1957 വന്നു. ഓക്കെ, 57. അപ്പൊ കമ്മിറ്റി ആരുടെ കീഴിലാണ്? ഗോവിന്ദ് വല്ലഭ് പന്തിന്റെ കീഴിൽ. ഈ ഗോവിന്ദ് വല്ലഭ് പന്ത് അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റിയാണ് ഈ BH ഖർ കമ്മീഷന്റെ റിപ്പോർട്ട് സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 57 എത്തിട്ടോ. ഇനി 1963 ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് ഇന്ത്യൻ പാർലമെന്റ് ഇനാക്ട് ചെയ്തു. ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് ഇൻ 1963. അപ്പോൾ ഒരു നിയമം വരുന്നത് എന്താണ്? ഒഫീഷ്യൽ ലാംഗ്വേജിന് വേണ്ടി 1963 ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട്. ഇതുവരെയുള്ള സ്റ്റോറി നമുക്ക് ഒന്നുകൂടെ പറയാം. ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണ്? ദേവനാഗരി സ്ക്രിപ്റ്റിൽ ഹിന്ദി ലാംഗ്വേജ്. ന്യൂമറൽസ് ഇന്റർനാഷണൽ ഫോം ഓഫ് ഇന്ത്യൻ ന്യൂമറൽസ് ആണ്. ഓക്കെ, 1950 മുതൽ 65 വരെ ഇംഗ്ലീഷ് തുടർന്നു. 65 ശേഷം സ്പെസിഫിക് പർപ്പസിന് ഇംഗ്ലീഷ് തുടർന്നു. പിന്നെ പ്രസിഡന്റ് ഒരു കമ്മീഷനെ ഫോം ചെയ്യണമെന്ന് പറഞ്ഞു. 5 വർഷം കഴിയുമ്പോൾ അങ്ങനെ 50 കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു. 5 വർഷം കഴിഞ്ഞ് 55 പ്രസിഡന്റ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു. ആ കമ്മീഷൻ ചെയർമാൻ BH ഖർ ആണ്. അവരുടെ റിപ്പോർട്ട് സ്റ്റഡി ചെയ്യാനായിട്ട് പാർലമെന്റിൽ ഒരു കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ ചെയർമാൻ ഗോവിന്ദ് വല്ലഭ് പന്താണ്. 57 ഈ കമ്മിറ്റി വന്നത്. ഓക്കെ, ഇനി ഇന്ത്യൻ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് 1963 നിലവിൽ വരികയാണ്. ഓക്കെ, ഇനി ഈ ആക്ട് പ്രകാരം ഇറ്റ് കണ്ടിന്യൂഡ് ദ യൂസ് ഓഫ് ഇംഗ്ലീഷ് ഈവൻ ആഫ്റ്റർ 1965. ഈ ഒരു 15 വർഷം കഴിഞ്ഞിട്ടും എന്താണ്, നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ലാംഗ്വേജിന്റെ യൂസ് തുടരുകയാണ് അല്ലേ. ഇൻ അഡീഷൻ ടു ഹിന്ദിയുടെ കൂടെ തന്നെ ഇംഗ്ലീഷും ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. ഫോർ ഓൾ ഒഫീഷ്യൽ പർപ്പസ് ഓഫ് യൂണിയന്റെ എല്ലാ ഒഫീഷ്യൽ പർപ്പസിലും ആൻഡ് ഓൾസോ ഫോർ ദ ട്രാൻസാക്ഷൻസ് ഓഫ് ബിസിനസ് ഇൻ ദ പാർലമെന്റിലെ ബിസിനസ് ട്രാൻസാക്ഷനും ബാക്കി എല്ലാ ഒഫീഷ്യൽ പർപ്പസിലും 1965 ശേഷവും ഹിന്ദിയോടൊപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഉപയോഗം തുടർന്നു. ഇംഗ്ലീഷ് ഇൻഡെഫിനിറ്റ്ലി, ദാറ്റ് മീൻസ് വിത്ത് ഓർ വിത്തൗട്ട് ടൈം ലിമിറ്റ് ഒന്നും ഇല്ലാണ്ട് ഇംഗ്ലീഷ് പിന്നെ ഉപയോഗിച്ചു. ഇംഗ്ലീഷിനൊരു റെസ്ട്രിക്ഷൻ വെക്കാണ്ട് ഇംഗ്ലീഷ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്റ്റിൽ വി ആർ യൂസിങ് ഇംഗ്ലീഷ് അല്ലേ. ദെൻ ഈ ഒരു 1963 ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് 1967 അമെൻഡ് ചെയ്തു, ഭേദഗതി വരുത്തി. ഒരു 4 വർഷം കഴിഞ്ഞിട്ട് അമെൻഡ് ചെയ്തു. ദെൻ മേക്ക് യൂസ് ഓഫ് ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി കമ്പൽസറി ഇൻ സർട്ടൻ കേസസ്. അവിടെ ഇംഗ്ലീഷ് ഹിന്ദിയോട് കൂടെ ചില കേസസിൽ കമ്പൽസറി ആക്കണം എന്നുള്ള രീതിയിലും ആ ഒരു അമെൻമെന്റിൽ പറഞ്ഞു. അപ്പോൾ സ്റ്റിൽ നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദിയാണ്, പക്ഷെ ഹിന്ദിയുടെ കൂടെ ചില കേസസിൽ ഇംഗ്ലീഷ് കമ്പൽസറി ആക്കണമെന്ന് പറഞ്ഞത് 1963 ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് അമെൻഡ് ചെയ്തപ്പോൾ. അപ്പോൾ 1963 ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് പ്രകാരം എന്താണ്, പിന്നെ ഹിന്ദിയുടെ ഒപ്പം തന്നെ ഇംഗ്ലീഷ് തുടർന്നുകൊണ്ടേയിരുന്നു. ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ദ പാർലമെന്റിലും അതുപോലെ തന്നെ യൂണിയന്റെ എല്ലാ കാര്യങ്ങളിലും ഈ ഒഫീഷ്യൽ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു. പിന്നെ 67 അമെൻഡ് ചെയ്ത സമയത്ത് ചില കേസസിൽ ഇത് കമ്പൽസറിയും കൂടെ ആക്കി ഇംഗ്ലീഷിന്റെ ഒരു യൂസ്. ഓക്കെ, അപ്പൊ അത്രയാണ് നമുക്ക് യൂണിയന്റെ ലാംഗ്വേജിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ ഇത് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? നമ്മുടെ യൂണിയന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹിന്ദി ആൻഡ് ദേവനാഗരി സ്ക്രിപ്റ്റ്. ന്യൂമറൽസ് ഇന്റർനാഷണൽ ഫോം ഓഫ് ഇന്ത്യൻ ന്യൂമറൽസ്. ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നുണ്ടോ? യെസ്, അലോങ് വിത്ത് ഹിന്ദി ഇംഗ്ലീഷും ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഫോർ ഓൾ ദ ഒഫീഷ്യൽ പർപ്പസ് ഓഫ് ദ യൂണിയൻ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഓഫ് ദ ട്രാൻസാക്ഷൻസ് ഓഫ് ബിസിനസ് ഇൻ പാർലമെന്റ് ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നുണ്ട്. സെയിം ടൈം ചില കേസസിൽ ഹിന്ദിയോടൊപ്പം ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നത് കമ്പൽസറിയുമാക്കി 1967 ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട്. ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് ഏത് വർഷം വരുന്നത്? 1963. അപ്പോൾ ഇതിനു മുന്നേ ഒരു കമ്മീഷനെ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ആദ്യത്തെ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? BH ഖർ 1955. അവർ റിപ്പോർട്ട് സ്റ്റഡി ചെയ്ത പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഗോവിന്ദ് വല്ലഭ് പന്ത്. ഓക്കെ, പിന്നെ 5 വർഷം കഴിഞ്ഞിട്ടും പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ 10 വർഷം കഴിഞ്ഞിട്ട് ഒരു കമ്മീഷൻ പിന്നീട് വന്നില്ല. അപ്പം യൂണിയന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഹിന്ദി ഉണ്ട്, ചില കേസസിൽ ഹിന്ദിയുടെ കൂടെ കമ്പൽസറി ആയിട്ട് ഇംഗ്ലീഷും ഉണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി നമുക്ക് റീജിയണൽ ലാംഗ്വേജസിനെ പറ്റി നോക്കാം.
ഇംഗ്ലീഷ് ഹിന്ദി എല്ലാം യൂണിയനിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വെൻ വി കം ടു കേരള, വെൻ വി കം ടു തെലങ്കാന, ഇവിടെ എല്ലാം ഹിന്ദി യൂസ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ? അപ്പം അങ്ങനെ നോക്കുമ്പം ഇത് യൂണിയൻ്റെ ലാംഗ്വേജാണ് ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ്. ഓരോ സംസ്ഥാനങ്ങളിൽ വരുമ്പോൾ പ്രാദേശിക ഭാഷയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഡസ് നോട്ട് സ്പെസിഫൈ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇൻ സ്റ്റേറ്റ്സ്. നമ്മുടെ ഭരണഘടന സംസ്ഥാനങ്ങൾക്ക് ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണെന്ന് സ്പെസിഫൈ ചെയ്യുന്നില്ല. ലെജിസ്ലേറ്റീവ് ഓഫ് സ്റ്റേറ്റ് മേ അഡോപ്റ്റ് വൺ ഓർ മോർ ലാംഗ്വേജസ് ഓർ ഹിന്ദി എന്നാണ് പറയുന്നത്. അതായത് ലെജിസ്ലേറ്റീവിന്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിന് ഡിസൈഡ് ചെയ്യാം, നമ്മുടെ സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭയ്ക്ക് തീരുമാനിക്കാം വിച്ച് ഷുഡ് ബി അവർ ഒഫീഷ്യൽ ലാംഗ്വേജ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഭാഷ മലയാളമാണെന്നുള്ളത് നമ്മളുടെ സംസ്ഥാന നിയമസഭയ്ക്ക് ഡിസൈഡ് ചെയ്യാം, അവർക്ക് അഡോപ്റ്റ് ചെയ്യാം. ഒരു ഭാഷ മാത്രമല്ല, മലയാളത്തിൽ കൂടാതെ വേറൊരു ഭാഷ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ അതിനും അഡോപ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ പറയുന്നു. വൺ ഓർ മോർ ലാംഗ്വേജിനെ എടുക്കാം, അല്ലെങ്കിൽ ഹിന്ദിനെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ അണ്ടിൽ ദാറ്റ് ഇസ് ടു ബി ഡൺ ഇംഗ്ലീഷ് ഈസ് ടു കണ്ടിന്യൂ. അപ്പോൾ ഈ ഒരു സംസ്ഥാനങ്ങൾ ഓരോ ഭാഷയെ സ്വീകരിക്കുന്നത് വരെ ഇംഗ്ലീഷ് തുടർന്നുകൊണ്ടിരിക്കുന്നു, ആ രീതിയിലാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനങ്ങളെല്ലാം തന്നെ റീജിയണൽ ലാംഗ്വേജസിനെ ചൂസ് ചെയ്തു അല്ലേ. ആന്ധ്രാപ്രദേശ് അവിടെ റീജിയണൽ ലാംഗ്വേജ് ആക്കി തെലുങ്ക്, ആന്ധ്രയിൽ തെലുങ്കാണ്, കേരള മലയാളം, ആസാമിൽ ആസാമി അല്ലെ, ഒഡീഷയിൽ ഒഡിയ, വെസ്റ്റ് ബംഗാൾ ബംഗാളി, അവർക്ക് അവരുടെ ലാംഗ്വേജ് ചൂസ് ചെയ്തു. ഇനി നോർത്ത് ഇന്ത്യയിലോട്ട് പോവുകയാണെങ്കിൽ ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, അതുപോലെ രാജസ്ഥാൻ, ഹരിയാന, ഈ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഹിന്ദിയാണ് അവർ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ മലയാളം എടുത്തു, ആസാമിൽ ആസാമി ലാംഗ്വേജ് എടുത്തു, ഒഡീഷയിൽ ഒഡിയ എടുത്തു, വെസ്റ്റ് ബംഗാളിൽ ബംഗാളി ലാംഗ്വേജ് എടുത്തപ്പം നോർത്ത് ഇന്ത്യയിൽ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, പിന്നെ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ഇവരൊക്കെ ഏത് ലാംഗ്വേജ് എടുത്തു അവർ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട്? അവർ ഹിന്ദിയാണ് എടുത്തത്. ഓക്കെ, ഇനി ഗുജറാത്തിലോട്ട് വരുമ്പോൾ, വെസ്റ്റ് ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഗുജറാത്തി എടുത്തു, പ്ലസ് അവർ ഗുജറാത്തിയുടെ ഒപ്പം ഹിന്ദിയും കൂടെ എടുത്തു. ഗുജറാത്തിലുള്ളവർക്ക് ഗുജറാത്തിയും അറിയാം, ഹിന്ദിയും അറിയാം. ഗോവയിൽ മറാത്തി, കൊങ്കണിയും അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഗോവയിൽ കൊങ്കണിയോടൊപ്പം മറാത്തി, മഹാരാഷ്ട്രയിലെ ഭാഷയാണ് മറാത്ത അല്ലെ, മറാത്തി ഭാഷ മഹാരാഷ്ട്രയിലെയാണ്. മഹാരാഷ്ട്ര ഗോവ രണ്ടായിട്ട് അല്ലെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പം ഗോവയിലുള്ളവർ എന്താ ചെയ്യുന്നത്? അവർ രണ്ട് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു. ഏതാണ്? കൊങ്കണി, മറാത്തി. ഇനി ജമ്മു കാശ്മീരിലോട്ട് പോകുമ്പോൾ ജമ്മു കാശ്മീരിൽ ആദ്യമേ കാശ്മീരി ആയിരുന്നില്ല, ഉറുദു ആയിരുന്നു അവരെടുത്തിരുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട്. ഉറുദു ആണ് എടുത്തിരുന്നത്. ഇനി നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലോട്ട് പോകുമ്പോൾ, നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലോട്ട് പോകുമ്പോൾ അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാൻഡ്, ഈ സംസ്ഥാനങ്ങൾ അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ചൂസ് ചെയ്തത് ഇംഗ്ലീഷാണ്. സോ ഇന്ത്യയിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാൻഡ് ഒക്കെ. ഓക്കെ, ചോയ്സ് ഇസ് നോട്ട് ലിമിറ്റഡ് ടു ലാംഗ്വേജസ് എന്യൂമറേറ്റഡ് ഇൻ ദ 8th ഷെഡ്യൂൾ. അങ്ങനെ ഒരു കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള നിങ്ങളുടെ ഡിസിഷനാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 8th ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള ഒഫീഷ്യൽ ലാംഗ്വേജസ് പറഞ്ഞിട്ടുണ്ട് 22 എണ്ണം. അതിൽ ഒരെണ്ണം ആകണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷ എന്ത് ചെയ്യാം? നിങ്ങളുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിച്ചാൽ ഓർക്കണം. ചോയ്സ് ഇസ് നോട്ട് ലിമിറ്റഡ് ടു ദ ലാംഗ്വേജസ് എന്യൂമറേറ്റഡ് ഇൻ ദ 8th ഷെഡ്യൂൾ എന്നാണ് പറയുന്നത്. ഇനി ഇംഗ്ലീഷ് ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആയിട്ട് സ്റ്റിൽ ആക്ട് ചെയ്യണം. അതിപ്പോൾ യൂണിയനും സംസ്ഥാനങ്ങളും, ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റും കേരള സംസ്ഥാനവും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആയിട്ട് ഇംഗ്ലീഷാണ് അവർ യൂസ് ചെയ്യുക. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അവരൊരു മെയിൽ അയക്കുന്ന സമയത്ത് അവർ ഹിന്ദിയിൽ അയച്ചാൽ ഇവിടെ ഉള്ളവർക്ക് ഹിന്ദി മസ്റ്റായിട്ട് ഹിന്ദി നമ്മൾ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. സോ ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് റീഡബിൾ ആണ് അല്ല. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആയിട്ട് ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നു, യൂണിയനും സ്റ്റേറ്റ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആയിട്ട്. ഇനി രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾ, ഇപ്പോൾ കേരളവും ആന്ധ്രാപ്രദേശും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് മലയാളം അവർക്കും അറിയില്ല, തെലുങ്ക് നമ്മൾക്കും അറിയില്ലെങ്കിലും രണ്ടുപേർക്കും ഇംഗ്ലീഷ് അവരുടെ കോമൺ ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് അല്ലെങ്കിൽ കോമൺ മീഡിയ ആയിട്ട് അവർക്ക് യൂസ് ചെയ്യാം, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലാണ്. ഇനി രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ, ഈ സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഇവര് കമ്മ്യൂണിക്കേഷൻ ഹിന്ദിയിലാണ് ചെയ്യുന്നത്. കാരണം എന്താ? ഇപ്പൊ നമ്മൾ മുന്നേ കണ്ടു, ഇവിടെ ഇപ്പം നമ്മുടെ ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡിലൊക്കെ അവരുടെ ലാംഗ്വേജ് ഏതാണ്? അവർ ഹിന്ദി എടുത്തിരിക്കുന്നത്. അപ്പം മറ്റ് ഹിന്ദി സംസാരിക്കുന്ന പ്രദേശങ്ങളായിട്ട് ഇവർക്ക് ഹിന്ദിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. രണ്ട് സംസ്ഥാനങ്ങൾക്ക് ഹിന്ദി അറിയാമെങ്കിൽ അവർക്ക് ഹിന്ദിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ. പിന്നെ വന്നിട്ട് 1963 ഇംഗ്ലീഷ് യൂണിയന്റെയും നോൺ ഹിന്ദി സ്റ്റേറ്റ്സിന്റെയും ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആക്കി. ഓക്കെ, സ്റ്റേറ്റ്സ് നോട്ട് അഡോപ്റ്റഡ് ഹിന്ദി, അത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഹിന്ദി അഡോപ്റ്റ് ചെയ്യാത്ത സംസ്ഥാനങ്ങൾക്കും യൂണിയൻ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ലിങ്കാണ് ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഓക്കെ, ഇനി ഹിന്ദിയും നോൺ ഹിന്ദി സ്റ്റേറ്റ്സും, ഹിന്ദി അറിയുന്ന സംസ്ഥാനങ്ങളും ഹിന്ദി അറിയാത്ത സംസ്ഥാനങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ലിങ്കായിട്ട് എന്ത് യൂസ് ചെയ്യാം? ഇംഗ്ലീഷ് യൂസ് ചെയ്യാന്നുള്ള രീതിയിലാണ് നിലവിൽ.
ഓക്കെ. അപ്പോൾ റീജിയണൽ ലാംഗ്വേജസിൽ നമ്മൾ എന്തൊക്കെ കണ്ടു? ഓരോ സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയ്ക്ക് തീരുമാനിക്കാം ഏത് ലാംഗ്വേജ് അവർക്ക് എടുക്കണമെന്ന്. ഒരു ലാംഗ്വേജിൻ്റെ കൂടെ അവർക്ക് ഒന്നോ അതിലധികമോ ലാംഗ്വേജസ് എടുക്കാം. ഹിന്ദി അവർക്ക് അഡീഷണൽ ലാംഗ്വേജ് ആയിട്ട് എടുക്കാം. ഇനി ഇല്ലെങ്കിൽ അവർക്ക് ഇംഗ്ലീഷിൽ അവർ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ കൂടുതൽ സ്ഥലങ്ങളിൽ അവർ ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കി. നോർത്ത് ഈസ്റ്റേൺ സൈഡിൽ ചെന്ന് കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് മേഖലയൊക്കെ അവർ ഇംഗ്ലീഷ് എടുത്തു. പിന്നെ ഗുജറാത്തിയും ഹിന്ദിയും ഉണ്ട്. ഗോവയിൽ മറാത്തിയും കൊങ്കണിയാണ് യൂസ് ചെയ്യുന്നത്. ആന്ധ്ര, തെലുങ്ക്, കേരള മലയാളം, ഒഡീഷയിൽ ഒഡിയ, ആസാമിൽ ആസാമീസ്, വെസ്റ്റ് ബംഗാളിലെ ബംഗാളിയൊക്കെയാണ് അവർ ഒഫീഷ്യൽ ലാംഗ്വേജ്. ജമ്മു കാശ്മീരിൽ കാശ്മീരി മാത്രമല്ല, കാശ്മീരി അല്ല, അവർ ഏതാണ് എടുത്തിട്ടുള്ളത്? ജമ്മു കാശ്മീരിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഉറുദു അവരെടുത്തിട്ടുണ്ട്. ഉറുദു ലാംഗ്വേജ്. അപ്പോൾ ഇത് നോട്ട് ചെയ്യണം. ജമ്മു കാശ്മീരിൽ എന്തുണ്ട്? അപ്പോൾ ഉറുദു ഉണ്ട്. കാരണം നമ്മൾ തിങ്ക് ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പോൾ ജമ്മു കാശ്മീർ എന്ന് പറയുമ്പോൾ മേ ബി ഹിന്ദി അറിയാമായിരിക്കാം, ഇംഗ്ലീഷ് അറിയാമായിരിക്കും. ഹിന്ദി ഇംഗ്ലീഷും കുറേ സംസ്ഥാനങ്ങൾ കോമൺ ആയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ ലോക്കൽ ലാംഗ്വേജ് ആയിരിക്കും എല്ലാവരും തിങ്ക് ചെയ്യുക. അപ്പോൾ ജമ്മു കാശ്മീരിൽ നമ്മൾ ഉറുദു എന്നുള്ള കോൺസെപ്റ്റ് ഇപ്പോൾ തിങ്ക് ചെയ്യില്ല. പക്ഷേ ഓർക്കണം, ജമ്മു കാശ്മീർ ഉറുദു എടുത്തിട്ടുണ്ട് അവർ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് റീജിയണൽ ലാംഗ്വേജിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ പറഞ്ഞതിന് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഇന്ത്യയിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ യൂണിയൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏതാണ്? അത് ഹിന്ദിയാണ്, ദേവനാഗരി സ്ക്രിപ്റ്റിൽ. ന്യൂമറൽസ് ഇന്റർനാഷണൽ ഫോം ഓഫ് ഇന്ത്യൻ ന്യൂമറൽസ് ആണ്. ഇനി 1950 തൊട്ട് 65 വരെ ഇംഗ്ലീഷ് കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം സ്പെസിഫിക് പർപ്പസിന് ഇംഗ്ലീഷ് കണ്ടിന്യൂ ചെയ്തു. പ്രസിഡന്റ് 1955 ഒരു കമ്മീഷനെ വെച്ചു, BH കറിന്റെ അധ്യക്ഷതയിൽ. അവരുടെ റിപ്പോർട്ടിനെ ആരാണ് സ്റ്റഡി ചെയ്തത്? ഗോവിന്ദ് വല്ലഭ് പന്ത് കമ്മിറ്റി സ്റ്റഡി ചെയ്തു. ദെൻ 1963 ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് നിലവിൽ വന്നു. അപ്പോൾ ഇന്ത്യയിൽ ഇംഗ്ലീഷിന്റെ ഉപയോഗം തുടർന്നുകൊണ്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഹിന്ദിയുടെ കൂടെ ഒഫീഷ്യൽ പർപ്പസ് ഓഫ് യൂണിയനും അതുപോലെ പാർലമെന്റിന്റെ ട്രാൻസാക്ഷൻസ് ഓഫ് ബിസിനസ്സിലും ഒക്കെ ഇംഗ്ലീഷ് തുടർന്നു. പിന്നെ ഒരു ലിമിറ്റ് ഇല്ലാണ്ട്, അല്ലെങ്കിൽ ടൈം ലിമിറ്റ് പറയാണ്ട് തന്നെ ഇംഗ്ലീഷിൽ ഇൻഡെഫിനിറ്റ്ലി നമ്മൾ നമ്മുടെ കൂടെ കൂട്ടി. അപ്പോൾ ഇംഗ്ലീഷും ഹിന്ദിയും ഒരുമിച്ച് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. 1963 ഇന്ത്യൻ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് അമെൻഡ് ചെയ്തപ്പോൾ ചില കേസസിൽ കമ്പൽസറി ആയിട്ട് ഹിന്ദിയുടെ കൂടെ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന രീതി വന്നു. അപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ഇപ്പോൾ ഇംഗ്ലീഷും ഹിന്ദിയും ഉണ്ട്. ഇനി സംസ്ഥാനങ്ങളിലോട്ട് വരുമ്പോൾ റീജിയണൽ ലാംഗ്വേജസ് ചോദിക്കുമ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലെയും നിയമനിർമ്മാണ സഭയ്ക്കാണ് ലാംഗ്വേജ് ചൂസ് ചെയ്യാനുള്ള അധികാരമുള്ളത്, നിയമനിർമ്മാണ സഭയ്ക്ക്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തൊക്കെ മലയാളം ഉണ്ട്. ചില സംസ്ഥാനങ്ങൾക്ക് അവരുടെ ഒരു ലോക്കൽ ലാംഗ്വേജ് കൂടാണ്ട് അവർ ഹിന്ദി എടുത്തിട്ടുണ്ട്. ചിലവർ വേറെ 2 ലാംഗ്വേജ് എടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഗോവ, മറാത്തി, കൊങ്കണി എടുത്തിട്ടുണ്ട്. ഇനി നോർത്ത് ഇന്ത്യയിൽ പോയാൽ അവർ ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഹിന്ദി അറിയാവുന്നവർക്ക് ഹിന്ദിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഹിന്ദിയും നോൺ ഹിന്ദിയും സംസ്ഥാനങ്ങളാണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. യൂണിയനും ഹിന്ദി അറിയാത്ത സംസ്ഥാനങ്ങളാണെങ്കിൽ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു മീഡിയം പോലെ ഇംഗ്ലീഷും ഹിന്ദിയും ഇങ്ങനെ തുടരുന്നു. ബാക്കി സംസ്ഥാനങ്ങൾക്ക് റീജിയണൽ ലാംഗ്വേജസ് ഉണ്ട്. ജമ്മു കാശ്മീരിന് ഉറുദു ലാംഗ്വേജ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ഇനി കോടതിയിൽ ഏത് ലാംഗ്വേജ് യൂസ് ചെയ്യണേ? സുപ്രീം കോടതിയിൽ 348(1)(a) ആർട്ടിക്കിൾ പ്രകാരം സുപ്രീം കോടതിയിൽ ഇംഗ്ലീഷ് ആണ് യൂസ് ചെയ്യേണ്ട ലാംഗ്വേജ് എന്ന് പറയുന്നുണ്ട്. സുപ്രീം കോടതിയിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞത് 348(1)(a). ഇനി ഒരു കാര്യമുണ്ട്, ഭരണഘടനയിൽ എങ്ങും പറയുന്നില്ല ഇംഗ്ലീഷ് മാത്രമേ യൂസ് ചെയ്യാവുന്നൂ എന്ന് പറയുന്നില്ല. പക്ഷേ ഇംഗ്ലീഷാണ് അവിടെ യൂസ് ചെയ്യേണ്ട കോർട്ട് ലാംഗ്വേജ് എന്ന് 348(1)(a) പറയുന്നു. ഇനി 348(2) ഒരു കാര്യം പറയുന്നുണ്ട്, ഹൈക്കോടതികളിൽ ഇംഗ്ലീഷാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ആ സംസ്ഥാനത്തെ ഗവർണർക്ക് ഇപ്പോൾ വേണമെങ്കിൽ പ്രസിഡന്റിൻ്റെ അടുത്ത് ഗവർണർക്ക് ചോദിച്ചിട്ട് പ്രസിഡന്റിന്റെ പെർമിഷനോട് കൂടിയിട്ട് ഹിന്ദിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിലെ ലാംഗ്വേജോ യൂസ് ചെയ്യാനായിട്ടുള്ള അനുവാദം വാങ്ങിക്കാം എന്നും പറയുന്നത് 348(2)ല്. അപ്പോൾ സുപ്രീം കോടതിയിൽ മസ്റ്റായിട്ട് ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജ്, കോടതിയിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. പക്ഷെ ഇംഗ്ലീഷ് മാത്രമേ നിങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ ഹൈക്കോടതികളിൽ ആ സംസ്ഥാനത്തിൻ്റെ ഗവർണർക്ക് പ്രസിഡന്റിന്റെ പെർമിഷനോട് കൂടിയിട്ട് ഹിന്ദിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജോ സംസ്ഥാനത്തിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അവിടെ കോർട്ടിൽ അത് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ ഇപ്പം ജഡ്ജ്മെന്റ് ഒക്കെ വരുമ്പോൾ അത് ഇംഗ്ലീഷോട് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുണ്ട്. അത്രയും അറിഞ്ഞിരിക്കുക. ഓക്കെ. അപ്പോൾ കോർട്ട് ലാംഗ്വേജ് സുപ്രീം കോടതിയിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷാണ്. ഹൈക്കോടതികളിൽ ഗവർണർക്ക് പ്രസിഡന്റിന്റെ പെർമിഷനോട് കൂടിയിട്ട് ഹിന്ദിയോ മറ്റേതെങ്കിലും ലാംഗ്വേജോ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റിനോട്ട് നോക്കാം. ക്വസ്റ്റൻ എന്താണ്? ജമ്മു കാശ്മീരിന്റെ ഔദ്യോഗിക ഭാഷാ നിയമം 2022. ഈ ഒരു ടോപ്പിക്കിലെ ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റൻ ആയിട്ടാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. കാരണം 2022 ജമ്മു കാശ്മീരിൽ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് വന്നു. ഓക്കെ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായി സെയിം ടൈം ഇത് നമുക്ക് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്നുള്ള ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിൻ്റെ അകത്തുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ ഒഫീഷ്യൽ ലാംഗ്വേജ് പഠിച്ചു നിർത്തുമ്പോൾ അതിലെന്തൊക്കെയാണോ കറണ്ട് അഫയേഴ്സ് കാര്യങ്ങൾ ചോദിക്കുന്നത് അതുകൂടെ നമ്മൾ നോക്കി പോകണം എന്നുള്ളതാണ്.
അപ്പോൾ 2022 ജമ്മു കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ നിയമപ്രകാരം ജമ്മു കാശ്മീരിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതൊക്കെയാണെന്നറിയാമോ? ജമ്മു കാശ്മീരിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു ഉറുദു നമ്മൾ ആദ്യമേ പറഞ്ഞു. ഉറുദു ആദ്യം ഉണ്ടായിരുന്നു. ജമ്മു കാശ്മീരിൽ ഇനിഷ്യലി ഉറുദു ഉണ്ടായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് എല്ലായിടത്തും ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഇംഗ്ലീഷ് അവിടെ ഉണ്ട്. ഓക്കെ. ജമ്മു കാശ്മീർ ഓഗസ്റ്റ് 5, 2019 ഒരു സംസ്ഥാനത്തിൽ നിന്ന് ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറുന്നത്. അപ്പോൾ ആ യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറുന്ന സമയത്ത് ജമ്മു കാശ്മീരിന് ഉറുദു ഇംഗ്ലീഷുമാണ് അവിടുത്തെ 2 ലാംഗ്വേജ് ഉണ്ടായിരുന്നത്. 2020 ഒരു ബില്ല് കൊടുത്തിട്ട് 2022 അത് ആക്ട് ആവുന്ന സമയത്ത് ജമ്മു കാശ്മീരിന്റെ ഔദ്യോഗിക ഭാഷയിലോട്ട് ആഡ് ചെയ്ത ഭാഷകൾ കാശ്മീരി, ഡോഗ്രി, ഹിന്ദി. കാശ്മീരി, ഡോഗ്രി, ഹിന്ദി. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. മുന്നേ ഡിസ്കസ് ചെയ്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ജമ്മു കാശ്മീരിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇനിഷ്യലി ഏതായിരുന്നു? അത് നമ്മുടെ ഉറുദു ആണ്, കാശ്മീരി അല്ല എന്ന് ഞാൻ പറഞ്ഞു അവിടെ. അപ്പോൾ ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം, നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് നിലവിൽ വരുന്ന സമയത്ത് ജമ്മു കാശ്മീരിന് ഇനിഷ്യലി ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുണ്ടായിരുന്നത് കാശ്മീരിയാണ്, ഉറുദു അല്ല, അല്ലെങ്കിൽ ഉറുദു ആണ് കാശ്മീരി അല്ല എന്നൊക്കെ ചോദിച്ചാൽ നോർമലി എല്ലാവരും വിചാരിക്കും കാശ്മീരി ആണെന്ന്. ജമ്മു കാശ്മീരിൽ കേൾക്കുമ്പോൾ കാശ്മീരി ലാംഗ്വേജ് നമുക്ക് തോന്നും. പക്ഷേ ഇതാണ് എൻ്റെ കറക്റ്റ്. ജമ്മു കാശ്മീരിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഉറുദു ആയിരുന്നു. ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഉറുദുവും ഇംഗ്ലീഷും ഉണ്ടായിരുന്നു. 2022 ജമ്മു കാശ്മീർ ഒഫീഷ്യൽ ലാംഗ്വേജസിന്റെ കൂടെ വന്ന ലാംഗ്വേജസ് ആണ് കാശ്മീരി, ഡോഗ്രി, ഹിന്ദി. അപ്പോൾ ഓർക്കണം, ഇനിഷ്യലി അവിടെ ഉറുദു ആണ് ഉണ്ടായിരുന്നത്, കാശ്മീരി ഇല്ലായിരുന്നു. നമുക്ക് പലപ്പോഴും തെറ്റാൻ സാധ്യതയുണ്ട് അല്ലേ? നമ്മൾ വിചാരിക്കും ജമ്മു കാശ്മീർ അല്ലേ കാശ്മീരി ഉണ്ടായിരുന്നു, പക്ഷേ കാശ്മീരി ഇല്ലായിരുന്നു, ഉറുദു ഉണ്ടായിരുന്നു. അതുപോലെ ഹിന്ദി അവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ വിചാരിക്കും ഇനിഷ്യലി ഹിന്ദി ഉണ്ടായിരുന്നു, ഹിന്ദിയും അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് വിചാരിക്കുന്ന കാശ്മീരി, ഹിന്ദി 2022 ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് വരുന്നത്. ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ജമ്മു കാശ്മീരിൽ ആഡ് ചെയ്യുന്നത് ഏത്? കാശ്മീരി, ഹിന്ദി. ഓൾറെഡി അവിടെ ഉറുദു ഉണ്ട്, ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 4 കിട്ടിയില്ലേ? ഇംഗ്ലീഷ്, ഹിന്ദി ഉണ്ട്, അവിടെ ഉറുദുവും കാശ്മീരിയും ഉണ്ട്. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് ഇതിന്റെ കൂടെ, ഏതാ? ഡോഗ്രി എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആണ്, ഡോഗ്രി. അപ്പോൾ ഇപ്പോൾ ഏതൊക്കെയുണ്ട് ജമ്മു കാശ്മീരിൽ? ഇംഗ്ലീഷും ഹിന്ദിയും ഉണ്ട്, കാശ്മീരി, ഉറുദു ഉണ്ട്, ഡോഗ്രി ഉണ്ട്. ഇതെല്ലാം വരുന്ന ഓപ്ഷൻ ഏതാണ്? നമ്മൾ ആദ്യം നോക്കണം. നമ്മുടെ ഓപ്ഷനിൽ ഉറുദു, ഇംഗ്ലീഷും. ഉറുദു, ഇംഗ്ലീഷും ഓൾറെഡി ഉണ്ട്. അത് രണ്ടുള്ള ഓപ്ഷൻ കണ്ടുപിടിക്കണം. ഉറുദു, ഇംഗ്ലീഷ്. എവിടെയൊക്കെ ഉറുദു ഉണ്ട്? ഓപ്ഷൻ എയിൽ ഉറുദു ഉണ്ട്, ഓപ്ഷൻ ബിയിൽ ഉറുദു ഉണ്ട്. ഉറുദു ഇല്ലാത്തത് ഓപ്ഷൻ സിയിൽ ഉറുദു ഇല്ല. നമ്മൾ ഉറുദു കളഞ്ഞു. ഞാൻ ആദ്യം എഴുതിയപ്പോഴേ ഇവിടെ ഉറുദു എഴുതാൻ വിട്ടുപോയിട്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറുദു ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും അത് നോട്ടീസ് ചെയ്തൊന്നും എനിക്കറിയില്ല, വിട്ടുപോയതാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എയിലും ബിയിലും സിയിലും ഉറുദു ഉണ്ട്. ഇപ്പം നമ്മൾ ഓരോ ഓപ്ഷൻ കളഞ്ഞു. ഇനി ഏതാ? ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എവിടെയൊക്കെ ഉണ്ട്? ഇവിടെ ഇംഗ്ലീഷ് ഉണ്ട്, ഇവിടെ ഇംഗ്ലീഷ്, ഇവിടെ ഇംഗ്ലീഷ് ഉണ്ട്. മൂന്നിലും ഉണ്ട്. ഇനി ഏതാ? ഹിന്ദി. ഹിന്ദി എവിടെയൊക്കെ ഉണ്ട്? ഹിന്ദി ഇവിടെ ഹിന്ദി ഉണ്ട്, ഇവിടെ ഹിന്ദി ഉണ്ട്, ഇവിടെ ഹിന്ദി ഉണ്ട്. കാശ്മീരി ഇവിടെ കാശ്മീരി ഉണ്ട്, ഇവിടെ കാശ്മീരി, ഇവിടെയും കാശ്മീരി ഉണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം കോമൺ ആണ്. ഇനി ഏത് ഒരെണ്ണം ഉള്ളത്? ഒരെണ്ണം ഡോഗ്രി ആണ്. ഡോഗ്രി ആയിരുന്നു ഈ ക്വസ്റ്റിന് ആൻസർ ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഡോഗ്രി ആയിരുന്നു. അപ്പോൾ ഡോഗ്രി എവിടെയുണ്ട്? ഓപ്ഷൻ ഡിയിൽ മാത്രമേ ഡോഗ്രി ഉള്ളൂ. ഓപ്ഷൻ എയിൽ ബോഡോ, ഓപ്ഷൻ ഡിയിൽ സിന്ധി, ഓപ്ഷൻ ബിയിലാണ് ഡോഗ്രി ഉള്ളത്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഷെഡ്യൂൾ 8 22 ലാംഗ്വേജസ് ആണ് ഒഫീഷ്യൽ ലാംഗ്വേജസ് ആയിട്ടുള്ളത്. ആ 22 ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് അറിയും. ഞാൻ ഇവിടെ ലെറ്റേഴ്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ ഇങ്ങനെ തന്നെ നോക്കിയിട്ട് പറഞ്ഞു നോക്കണം, നിങ്ങൾക്ക് കിട്ടുവാണേ. എ ഏതാ അറിയോ? ആസാമിയാണ്, ആസാമി ലാംഗ്വേജ്. ബി ബംഗാളി ലാംഗ്വേജ് ആണ്. ഇവിടെ ഒരു ബിയും കൂടെ ഉണ്ട്, അത് ബോഡോ ലാംഗ്വേജ് ആണ്. ബോഡോ നമ്മൾ പറഞ്ഞില്ലേ, അപ്പൊ ബംഗാളി ബോഡോ 2 ബി ഉണ്ട്, ബംഗാളി ബോഡോ. ജി എന്താ അറിയോ? ഗുജറാത്തി ലാംഗ്വേജ് ആണ്. എച്ച് ഏതായിരിക്കും? എച്ച് ഫോർ ഹിന്ദി. കെ 1, 2, 3 കെ ഉണ്ട്. ഏതൊക്കെ അറിയോ? 1 കെ ഫോർ കന്നഡ, കെ ഫോർ കൊങ്ങിണി, പിന്നെ ഒരു കെ ഫോർ കാശ്മീരി. കാശ്മീരി, കന്നഡ, കൊങ്ങിണിയാണ് കെ വരുന്നത്. എം 1, 2 ഇവിടെ 3 എം ഉണ്ട്. ഏതൊക്കെയാണ് എം എന്ന് പറയുന്നത്? 3 അല്ല, 1, 2, 3, 4 എം ഉണ്ട്. ഏതൊക്കെയാണ്? എം ഫോർ മലയാളം, എം ഫോർ മറാത്ത, എം ഫോർ മണിപ്പൂരി, എം ഫോർ മൈഥിലി. 4 എം ഉണ്ട്. ദെൻ എൻ ഒരു വിദേശ ഭാഷയാണ്. നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ലിസ്റ്റിലുള്ള ഒരേ ഒരു വിദേശ ഭാഷയാണ് നേപ്പാളി. ഒഡിയ, പി പഞ്ചാബി. എസ് 1, 2, 3 എസ് ഉണ്ട്. ഒന്ന് സാൻസ്ക്രിത്ത്, മറ്റൊന്ന് സിന്ധി, മറ്റൊന്ന് സന്താളി. ഓക്കെ. ടി 2 ഉണ്ട്, തമിഴും തെലുങ്കും. യു ഉറുദു ലാംഗ്വേജ് ആണ്. ഡി ഞാൻ പറഞ്ഞില്ലേ, ഡി ഡോഗ്രി ലാംഗ്വേജ്. ഈ BDMS 4 ഞാൻ ഇവിടെ സെപ്പറേറ്റ് എഴുതാൻ കാര്യം എന്താ പറയുക? ഇത് ലാസ്റ്റ് ആഡ് ചെയ്ത 4 ലാംഗ്വേജസ് ആണ്. ഏറ്റവും ലാസ്റ്റ്, ആദ്യമേ ഉണ്ടായിരുന്നില്ല. അതിൽ ആദ്യമേ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ 14 ലാംഗ്വേജസ് ആണ് ഉണ്ടായിരുന്നത്, 14 എണ്ണം. ആ 14 എണ്ണത്തിൽ ഉണ്ടായിരുന്ന ലാംഗ്വേജസ്, ഈ 14 എണ്ണത്തിൽ സ്റ്റാർട്ടിങ്ങിൽ 14 ലാംഗ്വേജസ് ഉണ്ടായിരുന്നുള്ളൂ, 14 എണ്ണം. ഈ 14 എണ്ണത്തിന്റെ കൂടെ 1967 21ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം സിന്ധി ആഡ് ചെയ്തു, അപ്പോൾ 15.
അപ്പോൾ ആദ്യമേ ഈ ലിസ്റ്റിൽ സിന്ധി ഒരു എസ് ഇല്ലായിരുന്നു. ഓക്കെ, സിന്ധി ഇല്ലായിരുന്നു, 14 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. 67-ലെ 21ാം അമെൻമെന്റിൽ സിന്ധി ആഡ് ചെയ്തു. അപ്പോൾ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് 63 അമെൻഡ് ചെയ്ത് 67-ലാണല്ലോ. അപ്പോഴാണല്ലോ ഇംഗ്ലീഷ് കമ്പൽസറി ആക്കണം എന്നൊക്കെ പറഞ്ഞ് ആ സമയത്താണ് സിന്ധിനെ ആഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 71ാം അമെൻമെന്റ് 92-ല് 71ാം അമെൻമെന്റ് പ്രകാരം 3 ലാംഗ്വേജസ് ആഡ് ചെയ്തതാണ് കൊങ്ങിണിയും മണിപ്പൂരിയും നേപ്പാളിയും. ഇപ്പം നേപ്പാളി എന്ന വിദേശ ഭാഷ നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ലിസ്റ്റിലോട്ട് വരുന്നത് 92-ലാണ്. നേപ്പാളിയുടെ കൂടെ വന്ന ആരൊക്കെയാണ്? കൊങ്ങിണി, പിന്നെ മണിപ്പൂരി. കൊങ്ങിണി മണിപ്പൂരി 2 ഉണ്ട് അല്ലെ, കൊങ്ങിണി മണിപ്പൂരി. അതിൻ്റെ ഒപ്പം വന്നത് നേപ്പാളിയാണ്. നേപ്പാളി, മണിപ്പൂരി, നേപ്പാളി രണ്ടും വള്ളിയിൽ എൻഡ് ചെയ്തു, ഈ ശബ്ദത്തിൽ എൻഡ് ചെയ്തു. അപ്പോൾ മണിപ്പൂരി, നേപ്പാളി, പിന്നെ കൊങ്ങിണി, 3 അങ്ങനെ ഒരു ഈലാണ് അല്ലെ, കൊങ്ങിണി, മണിപ്പൂരി, നേപ്പാളി. ഇത് 3 92-ലെ 71ാം അമെൻമെന്റില്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് 2003-ലെ 92ാം അമെൻമെന്റില് 92ാം അമെൻമെന്റിലാണ് ഈ 4 ഭാഷ ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്താളി ഈ 4 ഭാഷയും 92-ൽ 2003-ലെ 92ാം അമെൻമെന്റിലാണ് ആഡ് ചെയ്തത്. അപ്പോൾ ആദ്യം 14 ലാംഗ്വേജസ് ഉണ്ടായിരുന്നു. 67-ലെ 21ാം അമെൻമെന്റ് പ്രകാരം സിന്ധി നമ്മൾക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് 1992-ലെ 71ാം അമെൻമെന്റ് പ്രകാരം കൊങ്ങിണിയും മണിപ്പൂരി, നേപ്പാളി വന്നു. പിന്നെ 92ാം അമെൻമെന്റ് 2003-ല് വന്നതാണ് ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്താളി. ഇപ്പൊ നമുക്ക് 22 ലാംഗ്വേജസ് ഉണ്ട്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ 22 ലാംഗ്വേജസിലും ഇംഗ്ലീഷ് ഇല്ല. ഇംഗ്ലീഷ് നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ലിസ്റ്റിൽ അപ്പോൾ ഇംഗ്ലീഷ് ഇല്ല. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ 8ാം ഷെഡ്യൂൾ അനുസരിച്ചിട്ടുള്ള ഒഫീഷ്യൽ ലാംഗ്വേജ് ലിസ്റ്റിൽ ഇംഗ്ലീഷ് ഇല്ല. എന്നാൽ നമ്മുടെ യൂണിയന്റെ ഒഫീഷ്യൽ ലാംഗ്വേജിൽ ഹിന്ദിയോടൊപ്പം ഇംഗ്ലീഷും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്ക് ഡിസൈഡ് ചെയ്യാം. ജമ്മു കാശ്മീരിൽ ആദ്യം ഉറുദു ഉണ്ടായിരുന്നു, അവിടെ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീടാണ് ജമ്മു കാശ്മീരിലോട്ട് കാശ്മീരിയും ഹിന്ദിയും അതുപോലെ തന്നെ ഡോഗ്രിയും വരുന്നത് 2022-ല്. ഇനി ആർട്ടിക്കിൾ 343 ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞല്ലോ. ആർട്ടിക്കിൾ 344 എന്താ പറയുന്നത്? നമ്മൾ ആദ്യം ഒരു കാര്യം പറഞ്ഞില്ലേ, പ്രസിഡന്റ് ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യണം. കമ്മീഷൻ ഈ ഹിന്ദിയുടെ ഡെവലപ്മെന്റും ഇംഗ്ലീഷിന്റെ റെസ്ട്രിക്ഷനെ പറ്റിയുള്ള സ്റ്റഡി ചെയ്യണം. എന്നിട്ട് പാർലമെന്ററി കമ്മിറ്റി അതിനകത്ത് റിപ്പോർട്ട്, ആ കാര്യമൊക്കെ പറഞ്ഞില്ലേ. അതൊക്കെ പറയുന്നത് 344-ലാണ്. 344. പിന്നെ സംസ്ഥാനങ്ങളുടെ ഭാഷയെ പറ്റി പറയുന്നത് 345 സംസ്ഥാനങ്ങളുടെ ഭാഷയെ പറ്റിയിട്ടാണ് പറയുന്നത്. പിന്നെ നമ്മുടെ സംസ്ഥാനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ യൂണിയൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ഹിന്ദി, ഇംഗ്ലീഷ് ഒക്കെ യൂസ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞാൽ 346. അതുപോലെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ലാംഗ്വേജിനെ പറ്റിയിട്ട് പറഞ്ഞത് 348. പിന്നെ ഹിന്ദിയുടെ ഡെവലപ്മെന്റ് 351-ലാണ് ഹിന്ദി ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റിനെ പറ്റി പറയുന്നത്. 343 ഒഫീഷ്യൽ ലാംഗ്വേജ്, സ്റ്റേറ്റ് വരുമ്പോൾ 345. 344-ലാണ് ഈ കമ്മീഷനെയും കമ്മിറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞത്. 346-ലാണ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ 351 ഹിന്ദി ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റ്. ഇപ്പം എല്ലാം ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഒരു സെഷൻ ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു, ഇത് ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാം. ലൈക്ക് ചെയ്തെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ്, കമൻസ് ഒക്കെ അറിയിക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ജൂൺ 10-ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അഡ്മിഷൻ എടുക്കാൻ ആർക്കെങ്കിലും താല്പര്യം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നമുക്കിനിയും അടുത്ത ഡിഗ്രി പ്രിലിംസ് വരുന്നു. പിന്നെ നമുക്ക് അടുത്ത വർഷം LDC വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിട്ടയായിട്ട് സിലബസ് വെച്ച് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും ഇനി വരുന്ന എക്സാംസ് ഒക്കെ നന്നായി പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.